നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTC ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തമ്മിലുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രധാന നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ബസിലെ CCTV മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് KSRTC കണ്ടക്ടർ സുബിനെ തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. യദു ഓടിച്ചിരുന്ന ബസിന്റെ കണ്ടക്ടറാണ് സുബിൻ. ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രന് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് തനിക്ക് അറിയില്ലെന്നാണ് സുബിൻ മൊഴി നൽകിയതായി നേരത്തെ വാർത്തകൾ പ്രചരിച്ചത്. പിൻസീറ്റിൽ ആയതിനാൽ താൻ ഒന്നും കണ്ടിട്ടില്ല, ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തോ എന്ന് അറിയില്ല, ബസ് സാബല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് തടഞ്ഞപ്പോൾ മാത്രമാണ് താൻ സംഭവം അറിയുന്നതെന്നായിരുന്നു സുബിൻ പറഞ്ഞതായി പ്രചരിച്ചിരുന്നത്. എന്നാൽ പോലീസിന് കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകളെല്ലാം തെറ്റാണെന്നായിരുന്നു ഒരു ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ സുബിൻ പ്രതികരണം നടത്തിയത്. സംഭവം നടന്ന 2 മണിക്കൂറിനുള്ളിൽ KSRTCക്ക് എന്റെ മൊഴി ഞാൻ എഴുതി നൽകിയിട്ടുണ്ട്. പിറ്റേ ദിവസം കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി. തലേ ദിവസം എഴുതി കൊടുത്ത മൊഴി തന്നെയാണ് അവിടെയൊക്കെയും പറഞ്ഞത്. ഒരു കാര്യം പോലും അധികമായി പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സത്യമാണ് പറഞ്ഞതല്ല. എനിക്കും കുടുംബത്തിനും മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ട്. ആരെയും സഹായിക്കാനും വെള്ളപൂശാനും ഞാനില്ല. കേസ് കോടതിയിൽ വരുമ്പോൾ മൊഴി കോടതിയിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാമല്ലോ എന്നായിരുന്നു സുബിന്റെ ഭാഷ്യം. കഴിഞ്ഞ 27 നടന്ന സംഭവം ഓരോ ദിവസം കഴിയുന്തോറും വിവാദങ്ങൾ വലുതായി. ഞാൻ ഈ കേസിൽ പ്രതിയോ വാദിയോ അല്ല, സാക്ഷി മാത്രമാണ്. ഞാൻ എന്തിനാണ് ഒളിവിൽ പോകേണ്ടത്? എനിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുള്ള പബ്ലിസിറ്റിയിൽ താല്പര്യമില്ല. സംഭവം നടന്ന പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിയിൽ കയറി. ഞാനൊരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിന്റെ ചട്ടക്കൂടിൽ നിന്നും വേണം പ്രവർത്തിക്കേണ്ടത്. അതിനുള്ളിൽ നിന്ന് മാത്രമേ എനിക്ക് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്തത്. എന്തെങ്കിലും നാക്കുപിഴ സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടി വരും. ഞാൻ കാരണം KSRTCക്ക് അവമതിപ്പുണ്ടാവാൻ പാടില്ല. മെമ്മറി കാർഡ് ആരെടുത്തു എന്ന വിഷയത്തിൽ എല്ലാ മലയാളികളെയും പോലെ അത് ആരാണെന്ന് അറിയാൻ ഞാനും കാത്തിരിക്കുകയാണ്. ഫോറൻസിക് ഫലമൊക്കെ പുറത്തു വരട്ടെ എന്നായിരുന്നു സുബിൻ അന്ന് പ്രതികരിച്ചത്. 3 ദിവസം യദുവുമായി ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. പേരും സ്ഥലവും പറഞ്ഞിരുന്നു. വ്യക്തിപരമായി കൂടുതൽ അറിയില്ല എന്നും യദു കുഴപ്പക്കാരനാണോ എന്ന് പ്രതികരിക്കുന്നത് ശരിയല്ല എന്നും കണ്ടക്ടർ പറഞ്ഞിരുന്നു. താൻ മൊഴി കൊടുത്ത മുറിയിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. വളരെ രഹസ്യമായ മൊഴിയാണത്. ഞാൻ എന്താണ് മൊഴി കൊടുത്തതെന്ന് ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. മൊഴിപ്പകർപ്പ് ആർക്കും നൽകരുതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നതായി സുബിൻ പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ സുബിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയെന്നും കണ്ടക്ടർ മുന്നിലത്തെ സീറ്റിൽ ഇരുത്തിയെന്നും യദു പ്രതികരണം നടത്തിയിരുന്നു. DYFI പ്രവർത്തകനാണ് സുബിൻ എന്നും MA റഹീം MPയുമായി സുബിൻ സംസാരിച്ചിരുന്നതായും വെളിപ്പെടുത്തൽ വന്നിരുന്നു. സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണമാണ് FIRലുള്ളത്. MLA അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായും FIRൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുബിന്റെ മൊഴി കേസിൽ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.